ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഹോളിഡേ ആണല്ലോ, ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ ഒരാഴ്ച മൊത്തം ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ വണ്ടിയുടെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകാനായിട്ട് ഇതാ ഞങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായിട്ട് റെഡിയായി വന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുണ്ണി തേട്ട. അപ്പോൾ ഇതാ ഞങ്ങൾ ടെൻറ്റിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് മഴയില്ല കാക്കങ്ങൾ. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റുന്ന രംഗങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുക. ഇതാ മക്കളിതാ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാ പോകാനുള്ള വണ്ടികളൊക്കെ റെഡിയായി. ഒരു വണ്ടി ഇവിടെ ഉണ്ട്, ഇതാ അടുത്ത വണ്ടി ഇതാ. അപ്പോൾ ഇതാ ഞങ്ങൾ 3 വണ്ടിയാണ് കേട്ടോ പോവുക. അപ്പോൾ ഇതാ ഞങ്ങൾ യാത്രയായി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയുണ്ട് വണ്ടിയിൽ? ഇന്നത്തെ ഞങ്ങളുടെ ഡ്രൈവർ സച്ചുക്കുട്ടൻ ബൈക്കിൽ. അപ്പോൾ ഇതാ ടെൻ്റ് അടിക്കാനുള്ള ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് ഞങ്ങളിതാ പോകുന്നു നെസ്റ്റോയിൽ നിന്ന്. ഇതാ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി ഒരു ലോഡ് സാധനങ്ങളൊക്കെ വാങ്ങി ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഷൗക്ക ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിച്ച് ഹോളിഡേ പോവാം. ഹോളിഡേ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാ എല്ലാവരും ചിപ്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹോളിഡേ പോവാ. അപ്പം ഞങ്ങളുടെ യാത്ര വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഷൗക്ക ഡാമിൻ്റെ അവിടെ ടെൻ്റ് അടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല, ടെൻ്റ് അടിക്കാനുള്ള സ്ഥലവും കിട്ടിയില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ ഞങ്ങൾ ബസാണ്ട വില്ലേജിൽ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ബസാണ്ട വില്ലേജിൽ ഇന്ന് ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുക. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം യാത്രയുണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ താമസിക്കാനുള്ള സൗകര്യം, സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതായത് കട്ടർ ഏതൊരു വണ്ടി വരുന്നുണ്ട്. മോളിൽ നിന്ന് ചേട്ടാ ഇങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ബസാട്ട ഫ്രണ്ടിലുണ്ട് ഞങ്ങള്. അവര് ഞങ്ങള് ഇപ്പൊ ബസാണ്ട വില്ലേജിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? നമ്മളിപ്പോ ബസാണ്ട വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏത് സൈഡിലേക്ക് പോകണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് ബസാണ്ട വില്ലേജ്. ഫൈനലി ഞങ്ങൾ ഇതാ ഒരു സ്ഥലം കണ്ടെത്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ വെച്ചു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, എല്ലാവരും പുറത്തിറങ്ങി. ഇത് അങ്ങ് അകലെ 2 ക്യാമലുണ്ട്. തല മാത്രമേ കാണത്തുള്ളൂ. ഇത് അങ്ങ് അകലെ മക്കളെല്ലാവരും എന്താണ്ടേ ക്യാമലിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദാണ്ടെ അങ്ങനെ ഒരു ക്യാമ്പിൽ ദാണ്ടെ നിൽക്കുന്നു.
അതെ ഇതേ നോക്കി നിൽക്കുന്ന നോക്കിക്കേ ഫുള്ള് കാണാം. ഇതേ ക്യാമറ ഇതെങ്ങോട്ട് നോക്കുക കാക്ക. കണ്ടോ ഹേടം കണ്ടോ? ഇത് നേരെ നോക്കടാ കുഞ്ഞാ, ഒരു നെടല് പോലെ അല്ലേ. പറഞ്ഞാ മതി അങ്ങോട്ട്. നമ്മുടെ എന്താ പരിപാടിയാ ക്യാമ്പിങ്ങിന്റെ ആദ്യത്തെ ഘട്ടം അല്ല, ആദ്യത്തെ ഘട്ടം തികത്തിക്കൽ. അടുപ്പ് കത്തിച്ചതാ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കത്തിച്ചോട്ടെ. തീ കത്തിക്കൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ, അടുപ്പിൽ തീ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മധുരം വിതരണം ചെയ്തതാണ്. ഇനി എല്ലാവരും മധുരം വാങ്ങി അതാത് സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് കഴിച്ചോളുക. ഹലോ, ഇതൊന്നും കാണണ്ട, അവിടെ പോയി നിന്നോ. അങ്ങോട്ട് നോക്കി കണ്ടോ? അങ്ങോട്ട് കേടന് വൈറ്റ്സ് ഉണ്ട്. തൂത്ത് തരാം. ഇനി മണ്ണി പടരുത്. കുറച്ച് ദൂരത്തേക്കാക്കും. അവിടെ ബാദുഷ ഉണ്ടല്ലോ ഒത്തിരി കടിക്കണ്ട. ഓ അതൊരു വല്ലാത്ത കടിയായി പോലെ മനുഷ്യ. വേറെ കൊടുക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഐറ്റം സോസേജ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെവിടെ പിള്ളേർ ഇരുന്ന് ചിപ്സ് തിന്നുകയായിരുന്നു. അതിന് റെസ്റ്റ് എടുക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ. ചൂടാ? രണ്ടും ഉണ്ട്. കമത്തി വെച്ചോ. അവിടെ ഇല്ല. അടുത്ത പിള്ളേരുടെ ആണോ? ചേച്ചി എമ്പിനൊക്കെ കൊടുത്തു. ആദ്യക്കൊക്കെ വാക്ക് കുടിക്കാനാണോ? കുടിച്ചിരിപ്പിക്കുന്നു. രുചി പിടിച്ച പിന്നെ പണി കിട്ടി. ഇച്ചിരി വെള്ളം കൊടുക്കും ഗ്ലാസ് ഊറ്റി. അതിൻ്റെ എന്നിട്ട് ഒഴിക്കുന്നവർക്ക് കാണിച്ചാൽ മതി. ശക്കലം വെള്ളം കൊടുക്കുക. ഒന്ന് മതി. വാവ് സൂപ്പർ. കണ്ടോ? സൂപ്പർ അല്ലേ? ഓ ജ്യൂസ് സൂപ്പർ.
കേൾക്കുന്ന സമയത്തായിരിക്കും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അമ്മയുടെ മുഖം ഫ്രണ്ടിലെടുത്ത് കെട്ടി വെച്ചിട്ട് നിപ്പിൾ കുപ്പി ഇവിടെ വെക്കും. ഇങ്ങനെ ഒരു ഫീഡ്. അതൊക്കെ ഇവിടെ കഴിച്ചോണ്ട് വെരി ഗുഡ് കേട്ടോ. വേണോ സാർ? വയസ്സായില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങി കേട്ടോ. പണ്ട് സമ്മതിക്കുന്നില്ല. പറഞ്ഞു അതെ പറഞ്ഞു കേട്ടെ. കഴിച്ചോ കുഴപ്പമില്ല. അതെ അത് കഴിച്ചോ. അതെ ഇപ്പൊ കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ വയലിട്ട് ആ ഞങ്ങളുടെ ടെൻ്റൊക്കെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ മക്കൾ ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ആദ്യം ഞാനും കൂടി ചിക്കൻ ചുടുന്നു. അപ്പൊ രാത്രി എങ്ങനെ കിടക്കും? ചൂടാ ഗംഭീര ചൂട്. അത് കാണാവുന്ന രീതിയിലേ പിള്ളേരെ കാണാവുന്ന രീതിയിൽ സൈഡ് കൂടി നോക്കിയാ അറിയത്തില്ല. ഞാൻ മേക്കാതെ പറഞ്ഞു ഇങ്ങനെ. ഇനി പിള്ളേരെ കാണാനല്ല നിങ്ങൾ എന്നാ കാണിക്കുന്നതെന്ന്. ഇങ്ങനെ കിടക്കാൻ എത്ര കിടക്കാൻ അറിയോ? 1, 2, 4 പേർക്ക് സ്പോട്ട് എടുക്കാം. 6 പേർക്ക് എടുക്കാം. വലിയവരുടെ നമ്മൾ മേടിച്ചെന്ന്. ഫൈനലി ഇതാ ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ചു. ടെൻറ്റിൻ്റെ അകത്ത് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട് അല്ലേ? ഇപ്പം ദാ ഞങ്ങളെല്ലാവരും കൂടി കയറാൻ പോവുകയാണ്. ഏഴ് മണിയല്ലേ? അതെ ടൈമിങ് കേട്ടണ്ടേ? നമ്മുടെ 2 4 അവിടെ ഉണ്ടല്ലോ. 5 ഉണ്ട്. മെറീനയ്ക്ക് പരിപാടിയില്ല. അതെ ഇന്നലെ മോളിൽ കണ്ടേ എല്ലാ എണ്ണം താഴെ ഉണ്ട്. ഒന്ന് കേട്ടണോ നോക്കിയേ. രാവിലെ എണീറ്റപ്പോൾ കണ്ടത് കണ്ടോ ഒട്ടകത്തെ. സ്ഥലം തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ദേ ഒരാൾ കോണിൽ, 2 പേര് ഇതാ അവിടെ. മക്കളെല്ലാവരും ടെൻറ്റിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒട്ടകം എത്തിയിട്ടുണ്ട്. അതൊക്കെ എത്ര എണ്ണമാണെന്ന്. ക്യാമൽ 1 2 3 4. ഇതാ ഞങ്ങളിത് ഇത്രയും തൊട്ടടുത്താണ് കേട്ടോ. ഇതാ അവിടെയുണ്ട് 2 എണ്ണം. അങ്കിൾ ഞങ്ങളുടെ രാവിലത്തെ ചായ, കട്ടൻ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്തോ കുഞ്ഞാ ചെന്നിട്ട് വാ. ക്യാമല
ഒന്ന് കൊണ്ടിട്ട് വെച്ചാ മധുരം കൂടുതൽ വേണം. ഒരു ശകലം. എടുക്കപ്പാ. ഷെയ്ഡൻ കുട്ടൻ എന്താ ക്യാമലിനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി കൂടി പോ. ദേ വരുന്നു. അത് ഞങ്ങളുടെ പുറകെ വരുന്നു. ഞങ്ങളിതാ പോകുന്നു. ഇതപ്പോൾ ഞങ്ങൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെൻ്റൊക്കെ ഇതാ അഴിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയെ കയറി ഇതാ പോകാൻ തുടങ്ങുന്നു. അപ്പം ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയെ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കുറച്ച് വ്യൂ കൂടി കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ അത് മെയിൻ റോഡിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. മെയിൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡെന്ന് പറയാമോ? അറിയാമല്ലേ. ഇതിപ്പോൾ ഞങ്ങൾ സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടുണ്ട് വേസ്റ്റ് കളയാനായിട്ട്. ഞങ്ങളുടെ ആ വണ്ടിയിലായിരുന്നു വേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതാ വേസ്റ്റ് കളയാനായിട്ട് വേസ്റ്റിൻ്റെ നമ്മൾ ടെൻ്റ് അടിച്ചെടുത്ത് നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാതെ എല്ലാം കവറിലാക്കി വേസ്റ്റ് ബിന്നുള്ളടുത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി റോഡരിയിൽ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.